പണമാണെന്നുള്ളത് സത്യമാണോ? അത് സത്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ. ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ? എങ്കിൽ പിന്നെ എന്തിനായിരുന്നു എന്റെ അടുത്ത് നാടകമൊക്കെ? എന്ത് നാടകം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കുറച്ച് കാശ് ഞാൻ നിങ്ങളോട് കടം വാങ്ങിയിട്ടുണ്ട്, സമ്മതിച്ചു. അത് എത്രയും പെട്ടെന്ന് തിരികെ തരാം. അതിന് ഇങ്ങനെ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ വന്ന് ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. കാശിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. പക്ഷേ നിങ്ങൾ എന്നോട് ഈ കാണിച്ചതിന് ദൈവം ചോദിച്ചോളും. നിങ്ങളെ പോലുള്ള ഒരു ദുഷ്ടനെ വിവാഹം കഴിക്കേണ്ടി വരുന്ന ഇവിടുത്തെ കുട്ടിയോട് എനിക്ക് സഹതാപമാണ്. നാളെ കൂടുതൽ കാശ് കിട്ടുമ്പോ അതിനേതുപോലെ തള്ളിപ്പറയില്ലെന്ന് ആര് കണ്ടു? ജീവിതകാലം മുഴുവനും എന്റെ ശാപം നിങ്ങൾ വിടാതെ പിന്തുടരും. ജീവിതകാലം മുഴുവനും എന്റെ ശാപം നിങ്ങൾ വിടാതെ പിന്തുടരും. നീ എന്ത് വിട്ടിത്തമാണ് മോളെ പറയുന്നത്? നമ്മുടെ തറവാടിന്റെ എല്ലാ ഐശ്വര്യമാണ് കേശവൻകുട്ടി. അവനെ വിൽക്കുകയോ? ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെ ആളപായം ഉണ്ടാക്കുന്ന പ്രകൃതമാണെങ്കിൽ വെച്ചോണ്ടിരിക്കാതിരിക്കാ നല്ലത്. ഇനിയും എന്തൊക്കെ അനർത്ഥങ്ങൾ അവൻ വരുത്തി വെക്കാന്ന് ആർക്കറിയാം? ആനയും ബാബാമാരൊക്കെ ആവുമ്പോ ഇത് സാധാരണ പതിവാ. ഓ, എത്ര ബാബാമാരെ ആന ചവിട്ടി കൊന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും ആനയെ കാട്ടിലോട്ട് തിരിച്ചുവിടുകയാണോ? പാപ്പാമാരെ ചവിട്ടി കൊല്ലുക എന്ന് പറയുന്നത് ആനയുടെ ഒരു അവകാശ. താനൊന്നും ഉണ്ടായിരിക്കും. മോളെ, നിന്റെ അച്ഛൻ മേമ്പുള്ളി മനയിൽ ചെന്നപ്പോഴാ തലയുയർത്തി നിൽക്കുന്ന കേശവൻകുട്ടിയെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പ മോഹിച്ചതാ. പിന്നെ മുന്നോട്ടും പിന്നോട്ടും നോക്കിയില്ല, പറഞ്ഞ വില കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ അമ്മാവന്മാർക്ക് വേണ്ടി മോളുടെ തീരുമാനം മാറ്റണം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞത് തന്നെയാ. ആന പോയാൽ ഈ തറവാട്ടിന്റെ ഐശ്വര്യം പോകുമെങ്കിൽ പോയിക്കോട്ടെ. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതല്ല എനിക്കൊന്നും. മുള്ളിക്കൽ തറവാട്ടിൽ ഇനി കേശവൻകുട്ടി ഉണ്ടാകാൻ പാടില്ല. ആദ്യം നമുക്ക് പുഴയിലോട്ട് പോകാം. അവിടെ വിസ്തരിച്ച് ഒരു കുളി. അതിനുശേഷം ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം. മതി മതി മതി. ഇതും കൂടെ അങ്ങോട്ട് കൊടു. ഇതും കൂടെ കൊടുക്ക. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? അതെ, ഒന്നാം പാപ്പാനാകാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടായാലും മാത്രം പോരാ. ഈ പേടി വെച്ചിട്ടാണെങ്കിൽ നീ ഒന്ന് പോയിട്ട് 10ാം പാപ്പാനാകുന്ന കാര്യം പോലും സംശയ. 10ാം പാപ്പാനൊന്നൊരു തസ്തികയില്ല. അതെ, ഞാൻ ആനയുമായിട്ട് കൂടുതൽ എടുക്കാത്തത് ആനയ്ക്ക് മനുഷ്യന്റെ അത്ര ബുദ്ധി ഇല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുള്ളതുകൊണ്ട്. ആര് പറഞ്ഞു ആനയ്ക്ക് ബുദ്ധിയില്ലെന്ന്? നമ്മളെക്കാൾ ബുദ്ധിയും വിവരവും ആനയ്ക്കുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നീ ഇതൊന്ന് കൊടുത്തു നോക്കിയേ. എന്തിന് കൊടുത്തു നോക്ക്? കൊടുത്താലെന്താ? കൊടുത്തു നോക്ക. ഞാനിവിടെ നിക്കല്ലേ. ഓഹോ, എന്നെ പരീക്ഷിച്ചു നോക്ക്. കേശവൻകുട്ടി, സാറിന്റെ ഇതൊന്ന് വാങ്ങിച്ചോ. പിന്നാനെ അടങ്ങ കേശവൻകുട്ടി. ശങ്കരൻകുട്ടി, ആനയെ സ്നേഹം കൊണ്ടേ കീഴടക്കാൻ പറ്റൂ. അവന് വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കല്ലേ. നീ ആരാ? സർക്കസിന് റിംഗ് മാസ്റ്ററോ? ഞാൻ റിംഗ് മാസ്റ്റർ ഒന്നുമല്ല, പക്ഷെ ബഫൂണുകളെ കണ്ട ആനയ്ക്ക് തിരിച്ചറിയാം. എന്നിട്ട് നിന്നെ കണ്ടിട്ട് ആന തിരിച്ചറിഞ്ഞില്ലല്ലോ. ഞാൻ ബഫൂൺ അല്ലാത്തോണ്ട്. ശങ്കരൻകുട്ടി, ഒരു ദുഃഖവാർത്തയുണ്ട്. കേശവൻകുട്ടിയെ വിൽക്കാൻ തീരുമാനിച്ചു. വിത്തേ മതിയാവുന്ന നിങ്ങളെ കുഞ്ഞിന് ഒരേ നിർബന്ധം. അതാ നല്ലത്. വേഗം ചെല്ല്, പെട്ടേക്കെടുത്ത് അടുക്കി വെച്ചോ. അത്രയും പെട്ടെന്ന് കിടന്ന് വിടാം. കണ്ടു പഠിക്കണവനെ. തറവാടിനോട് കൂറുള്ളവർക്ക് ഈ വിഷമവും ദുഃഖമൊക്കെ ഉണ്ടാവും. മനസാക്ഷിയില്ലാത്തവൻ. നീയൊക്കെ കാട്ടുപോത്തിന്റെ ജന്മാണോടാ. വെട്ടാൻ വരുന്ന കാട്ടുപോത്ത്. അതെ, വേദാന്തം ഓതിയിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യമില്ല. എടാ പരമക്കള്ള, നിന്റെ കളി ഇതോടെ കഴിഞ്ഞടാ. ശങ്കരൻകുട്ടി എന്ന പേരില ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്താ അയാളുടെ മനസ്സിലുള്ളതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് അയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള വഴി നോക്കുക. ഞാൻ പറഞ്ഞു വിട്ടതുകൊണ്ട് എന്താവാൻ? അയാളോട് കണക്ക് തീർക്കാൻ ദയവായിട്ടൊരു അവസരം തന്നിരിക്കുക. അത് പരമാവധി പ്രയോജനപ്പെടുത്തണം. അയാൾ നിന്റെ കൺമുന്നിൽ കിടന്ന് പേടിക്കണം. രാഗം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അർദ്ധരാത്രി നിന്റെ ക്ലാസിക്കൽ കച്ചേരി വേണ്ട. ഇവിടെ പാടാത്ത മുട്ടിക്കാൻ പാടത്തങ്ങനെ പോയിരുന്നു പാട്. മനുഷ്യനോടെ പകലും പണിയെടുത്ത് നട്ടലൊടിഞ്ഞ് തിരി സ്വസ്ഥാനാണെന്ന് പറയണം.
ഒരു ആസ്ഥാന ഗായകൻ വന്നിരിക്കുന്നു. ഗാനഭാഷാണം. മത ഇളകി നിൽക്കുമ്പോ ഏതാനയും ചില വികൃതിയൊക്കെ കാണിച്ചെന്നിരിക്കും. അതിന്റെ പേരിൽ വില കുറയ്ക്കാനൊന്നും നോക്കണ്ട. എന്നാലും ഒരു ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ തരണ്ടേ? എത്ര പൗണ്ടാണെന്നും തൂക്കവും കേട്ടില്ല. ഏതായാലും നല്ല വെയിറ്റ് ഉണ്ട്. അത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? അതല്ല, ഡിസ്കൗണ്ട്, വിലക്കിഴിവ്, കിഴിവ്. ആനക്കെന്തിനെ ഇപ്പൊ കിഴി? കിഴി ഓ എന്റെ ദൈവമേ, ഇത് വിട്ടുകിടക്കായിരുന്നല്ലേ. ദേ കിഴിവ്, കിഴിവ്. ഓ, കളഞ്ഞു. ഒരു 50,000 രൂപ കൂടി കുറച്ചോളൂ. ശരി, സമ്മതിച്ചു. വേണ്ട, കേശവൻ കുട്ടിയെ വിൽക്കുന്നില്ല. അച്ഛമ്മാവൻ പറഞ്ഞത് ശരിയാ. കേശവൻ കുട്ടി ഈ തറവാട്ടിൽ നിന്ന് പോയാ ഏറ്റവും അധികം ദുഃഖിക്കുന്നത് അച്ഛന്റെ ആത്മാവായിരിക്കും. എന്താ ആനയെ വിൽക്കണ്ടെന്ന് പെട്ടെന്നങ്ങ് തീരുമാനിച്ചത്? ഞാനല്ലല്ലോ ആ വക തീരുമാനങ്ങളൊന്നും എടുത്തത്. തീരുമാനങ്ങൾ എടുത്തത് നീയല്ല, പക്ഷെ നീ കാരണമാ അവരെങ്ങനെ തീരുമാനിച്ചത്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. എന്താണ് നിന്റെ കയ്യിലുള്ള വശീകരണ മന്ത്രം? ആദ്യം അത് വെച്ച് ആനയെ പാട്ടിലാക്കി. ഇപ്പൊ പാട്ടുപാടി ഉടമസ്ഥയെ തന്നെ പാട്ടിലാക്കാൻ നോക്കുകയല്ലേ? ആണെങ്കിൽ ഉടലോടെ നിനക്ക് സ്വർഗത്ത്, നരകത്ത് പോകാം. കൊല്ലും കൊലയും നടത്തി പാരമ്പര്യമുള്ളവരാ മുല്ലയ്ക്കൽ തറവാട്ടുകാര്. എത്താത്ത കൊമ്പത്തെത്തിപ്പിടിച്ചിട്ട് പൊത്തോന്ന് പൊട്ടി താഴത്ത് വീഴല്ലേ. ശങ്കരൻകുട്ടി, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നീ ഇടപെടുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്ത് ഇവിടെ കഴിയാം. എന്ന് പോലാടാ നിനക്ക് ഈ മര്യാദ വന്നത്? യഥാർത്ഥ പാപ്പാണെന്ന് കരുതിയാ നിനക്ക് അവർ ഈ പരിഗണനയും സ്നേഹവും ഒക്കെ തന്നത്. വിനീത പോലും. ശരിക്കും ആ സ്നേഹവും പരിഗണനയൊക്കെ എനിക്ക് അവകാശപ്പെട്ടാണ്. നീ ആയിട്ട് അതെല്ലാം നശിപ്പിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷം നിന്നെ ഇവിടത്തെ ഒന്നാം പാപ്പാനാക്കിയിട്ട് എന്നേക്കുമായി ഞാൻ ഈ തറവാട് വിട്ടു പൊക്കോളാം. ഇവിടത്തെ കുട്ടിയും സ്വന്തമാക്കിക്കൊണ്ടല്ലേ? അപ്പൊ ഞാൻ ഇവിടത്തെ ഒന്നാം പാപ്പാനാകും, നീ എന്റെ യജമാനും ആകും. അങ്ങനെ നീ സൂഹിക്കണ്ട. എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കണ ശങ്കരൻകുട്ടി? വായിക്കോടാ. നീ എഴുതാൻ പോണ പുറം ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടെന്നേ ഉള്ളൂ. റോം വെന്തരിയുമ്പോ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ പോലെ നിന്റെ പാപ്പാൻ ജീവിതം കത്തിയെറിയുന്നത് കണ്ട് ഞാൻ ഓടക്കുഴൽ വായിക്കും. ദൈവത്തോർത്ത് ശങ്കരൻകുട്ടി, ഞാൻ പറയുന്ന ഒന്ന്. അതേടാ, നിന്റെ പ്രേമം ഞാൻ തകർക്കും. ഇന്ന് ഇപ്പൊ തന്നെ നിന്റെ സകല കള്ളക്കളികളും ഞാൻ വിനീതോട് പറയും. അതോടെ മുല്ലയ്ക്കൽ കാരണവന്മാർക്ക് മറവിളകും. അവർ നിന്നെ ചവിട്ടി അരച്ച് കൊല്ലും. നമുക്ക് കാണാം. അത് ശരി. അല്ലറ ചില്ലറ കള്ളങ്ങളൊക്കെ പറയുമെന്ന് ശങ്കരൻകുട്ടി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ പ്രവർത്തിക്കാനും തുടങ്ങിയല്ലേ? അയ്യോ, പ്രവർത്തിക്കാനൊന്നും വന്നതല്ല. എനിക്ക് വിനീത മേഡത്തിനെ ഒന്ന് കാണണമായിരുന്നു. എന്തിന്? ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? അത് അവിടെ പറയാനുള്ള കാര്യമാ. ആദ്യം എന്നോട് പറ. കുഞ്ഞിനോട് പറയാൻ പറ്റുന്ന കാര്യമാണെന്ന് ഞാനും നോക്കട്ടെ. അത് പിന്നെ ഇതോ അത് കളഞ്ഞിട്ട് പിന്നെ കാര്യം പറയടാ. ഇവിടെ പാപ്പാനെന്നും പറഞ്ഞ് കൂടിയിരിക്കുന്ന മറ്റവനില്ലേ? ശങ്കരൻകുട്ടി. അയ്യോ, അത് ശങ്കരൻകുട്ടി അല്ല, പാപ്പാനും അല്ല. പിന്നെ അവനൊരു ഭയങ്കര തട്ടിപ്പുകാരനാ. ഉവ്വ്. അവനെ ആൾമാറാട്ടം നടത്തി ഇവിടെ ജീവിക്കുക. അവന്റെ യഥാർത്ഥ പേര് അനന്ത പത്മനാഭ അയ്യർ. അനന്ത പത്മനാഭ അയ്യർ. ബ്രാഹ്മണനാ. ബ്രാഹ്മണനാ? ഈശ്വരനാണ് സത്യം. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ സാറ് ചത്തുപോട്ട്. ശരി, സമ്മതിച്ചു. അവൻ ബ്രാഹ്മണനാണെന്നുള്ളത് എന്താ തെളിവ്? തെളിവുണ്ട്. പൂണൂലുണ്ടോ അവന്? പൂണൂലില്ല. പിന്നെ പൂണൂലൊക്കെ അവൻ അഴിച്ചു മാറ്റി വെച്ചിരിക്കുക ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി. എനിക്കൊരു ചാൻസ് തരാണെങ്കിൽ ഈ നിമിഷം അവൻ ബ്രാഹ്മണനാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിലോ? സാധിച്ചില്ലെങ്കിൽ എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. തെളിയിച്ചിരിക്കും. ഉണ്ടെന്താ നടക്കാൻ പോകുന്നത് കണ്ടോ? വരണം. കൊലപാതകങ്ങൾ ഇന്ന് കുറെ ഉണ്ടല്ലേ പത്രത്തില്? ഈ ബ്രാഹ്മണന്മാര് കള്ളം പറയുന്നത് പാപമല്ലേ? അതെ. എന്താ പെട്ടെന്നൊരു സംശയം? സംശയമൊന്നുമില്ല. നീ ഒരു ബ്രാഹ്മണനല്ലേ? അതെ. ഇനി പറ, യഥാർത്ഥത്തിൽ ഈ തെക്കേപ്പാട്ടെ ശങ്കരൻകുട്ടി നായരാരാ? എന്താ ശങ്കരൻകുട്ടി നായരാരാന്ന് പറ. ഇതെന്ത് പറ്റി നിനക്കിന്ന്? ഒന്നും പറ്റിയിട്ടില്ല. പറ, ആരാ? തെക്കേപ്പാട്ടെ ശങ്കരൻകുട്ടി ആര്? ഞാൻ തന്നെ. നായരോ? അപ്പൊ ബ്രാഹ്മണൻ എന്നല്ലേ നേരത്തെ പറഞ്ഞത്? എന്റെ പൊന്ന് ലോഹിതാക്ഷ, നിനക്കറിയില്ലേ ഈ ബ്രാഹ്മണൻ എന്നുള്ള സ്കൂളിൽ വെച്ച് എന്നെ കൂട്ടുകാരെ വിളിച്ചോണ്ടിരുന്ന വട്ടപ്പേരല്ലേ?
വട്ടപ്പേരാ. ആ. അപ്പൊ ഈ അനന്ത പത്മനാഭ അയ്യരാരാ? അനന്ത പത്മനാഭ അയ്യര്. അത് നമ്മുടെ സ്കൂളിലെ പഴയ ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്ററോ? ആ. അപ്പൊ അത് നീയല്ല? ഏയ്, നീ ബ്രാഹ്മണനേ അല്ല? അല്ല. അല്ല. ഇത് കഴിക്കേ. എന്താ ഇത്? നല്ല ഒന്നാം തരം ചിക്കൻ ഫ്രൈയാ. അതെ, എനിക്ക് നല്ല വിശപ്പില്ല. അതിവിടെ വെച്ചേക്ക്, ഞാൻ അല്പം കഴിഞ്ഞ് കഴിച്ചോളാം. ഏയ്, ചൂടോടെ ഇപ്പൊ തന്നെ കഴിക്കേ. ചൂടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഞാൻ കഴിക്കില്ലെന്ന് നിനക്കറിയില്ല. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് നല്ല തണുത്തതാ, ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ എടുത്തതേ ഉള്ളൂ. കഴിക്കേ. അല്ല, കണ്ടിട്ട് നാവില് വെള്ളം ഊർന്നുണ്ട്. വെറുതെ നാവിൽ വെള്ളം ഉറിക്കണ്ട, ഇത് മുഴുവൻ കഴിച്ചോളൂ. കഴിച്ചോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നീ കഴിച്ചോ. ചിക്കൻ ഫ്രൈയാ? ആ, നല്ല സ്വാദുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ വർഷം മുരിങ്ങാശ്ശേരി തറവാട്ടിൽ വെച്ച് ഞാൻ ബ്രാഹ്മണനാണെന്നും മത്സ്യമാംസാദികൾ കഴിക്കാറില്ലെന്നും പറഞ്ഞ് അവിടുത്തെ കാര്യസ്ഥനെ പറ്റിച്ച് ഇതുപോലെ ചിക്കൻ ചില്ലി വാങ്ങിച്ച ഓർമ്മയുണ്ടോ? ഏത് മുരുകാശ്ശേരി? ഏത് കാര്യസ്ഥൻ? ഇതാ പറഞ്ഞത്, നിനക്ക് ഓർമ്മയില്ല. അതൊക്കെ പോട്ടെ. ഇവിടത്തെ കാര്യസ്ഥൻ ഒരു ഉണ്ട വിഴുങ്ങി മണ്ടനാണെന്നും അങ്ങേരെയും ഇതേപോലെ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞു പറ്റിക്കും എന്ന് നീ പറയുന്നല്ലാതെ പറ്റിക്കുന്നില്ലല്ലോ ലോഹിതാക്ഷ. ഞാൻ എപ്പോ പറഞ്ഞു? നീ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ ഈ നമ്പറിലൊന്നും അങ്ങേര് വീഴൂല. അങ്ങേര് അസാമാന്യ ബുദ്ധിയുള്ള ഒരു പണ്ഡിതനാണ്. ആ മുഖം കണ്ടാൽ തന്നെ അറിയാം, ഒരു ദിവ്യ തേജസ് ആ മുഖത്തില്ലേ ലോഹിതാക്ഷ? എടാ പരമനാറി, നിനക്കെന്നെ പറ്റിക്കണോ അല്ലടാ? എനിക്കാരും പറ്റിക്കണ്ട, പറ്റിച്ചത് ഇവനാ. എന്താ കേട്ടോ പ്രശ്നം? ആ കുഞ്ഞെ ഞാൻ പറഞ്ഞുതരാം. മേലാൽ ഇത്തരം കൊടരാത്തരം കാണിച്ചാലുണ്ടല്ലോ നിന്റെ ഷേപ്പ് മാറ്റും, നിന്റെ പണി കളഞ്ഞ അവിടുന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട കേട്ടാ. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കേട്ടാ. കേട്ടോടാ കേട്ടോടാ. കേട്ട്. അതെ, ആൾക്കാരെ ഒളിപ്പിച്ച് നിർത്തുമ്പോ അവരോട് ബീഡി വലിക്കാതിരിക്കാൻ പറയണം കേട്ടോ. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, ഓർത്തോ. ചേട്ടാ, അറുമുഖൻ ചേട്ടാ, ഒന്ന് നിന്നേ. ദേ, അവൻ ചിക്കൻ കഴിച്ചിട്ടില്ല, കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ച് കളയാ. വന്ന് കാണ്, വരണം. നിക്കലോ ഒരാഴ്ച ഇങ്ങനെ വായില് വരലത്ത് ചിക്കൻ മുഴുവൻ ഛർദ്ദിച്ച് കളയാൻ പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് ഓടി പോന്നാൽ എങ്ങനെയാ? കാര്യം നടന്നു പറ. ആ പിന്നെ ടൗണിലേക്ക് പോകണമെങ്കിൽ 2 പ്ലേറ്റ് പോത്തിറച്ചി കൂടെ വാങ്ങിച്ചോ. ഞാൻ ഇന്ന് അത്താഴത്തിനൊന്നും ഉണ്ടാക്കുന്നില്ല, വരട്ടെ. ചേട്ടാ, ഇവൻ എന്ത് പറ്റി അണ്ണാ? എന്നെയും പറ്റിച്ച് ഇവിടെ ഉള്ളവരെയും മുഴുവൻ പറ്റിച്ച് ആ. എത്ര കാലം ഈ കളി കളിക്കുന്നത് നമുക്ക് കാണാം.